ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ യോഗ് ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം പാറ്റേൺ നമ്മളിതുപോലെ പേപ്പറിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വൈഡായിട്ടുള്ള റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, യോക്കിലാണ് ഈ വർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ മൂന്നായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ യോക്കിൻ്റെ മിഡിലായിട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടും മേളം താഴത്തും ഇതുപോലെ സ്പ്രെഡിങ് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നെക്കിൽ നിന്ന് 2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു 1.5 ഇഞ്ച് സ്പ്രെഡിങ് പോലെ ഇതുപോലെയും ചെയ്യുന്നുണ്ട്. മിഡിലിൽ വരുമ്പോൾ അത്യാവശ്യം തിക്കായിട്ടും താഴത്തും ഇതുപോലെ 1.5 ഇഞ്ച് അത്യാവശ്യം നല്ല ഒരു തിക്നെസ് കുറച്ചിട്ടും ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് പറയാവേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മെറൂൺ കളർ കട്ട് ബീഡാണ് കേട്ടോ. അപ്പം നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളിതുപോലെ റെയിൻബോ ഷെയ്ഡ് മെറൂൺ കട്ട് ബീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ. ഇതുപോലെ മെറൂൺ കളർ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നോർമൽ സെയിം ത്രെഡാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. വളരെ ഈസിയാണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ 3 പാർട്ടായിട്ട് തിരിച്ചില്ലേ. അപ്പോൾ നമ്മുടെ ഈ സെന്ററിൽ വരുന്ന ഈ ഒരു പോർഷനിൽ 2 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ആന്റിക് ഗോൾഡ് കട്ട് ബീഡ്സും മെറൂൺ കട്ട് ബീഡ്സും വേണ്ടി ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഈ ഒരു ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം അങ്ങോട്ട് ഭയങ്കര തിക്കായിട്ട് ചെയ്യേണ്ട, എന്നാലും ഒത്തിരി ഗ്യാപ്പ് ഇട്ടും ചെയ്യേണ്ട. ഈ ഒരു ഇതിൽ ചെയ്താൽ മതി. പിന്നെ നമുക്ക് 2 സൈഡിലായിട്ട് 2 ഇഞ്ചിൽ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അവിടെ ഇത്രയും നല്ല ഹെവി ആയിട്ട് ചെയ്യേണ്ട. ചെറിയ സ്പ്രെഡിങ്, ഇതുപോലെ ചെറിയ സ്പ്രെഡിങ് മാത്രം കൊടുത്തു പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ് നമുക്ക് ബീഡ്സ് കൊടുക്കേണ്ടത്. ഒപ്പം അതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു ഷുഗർ ബീഡ് കൂടെ കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു ഷുഗർ ബീഡില്ലേ മെറൂൺ കളർ, അതുകൂടെ ഫില്ല് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പ്രെഡിങ് കൊടുക്കുന്നത് എങ്ങനെ നോക്കാവേ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. ബീഡ് കോർക്കാൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണേ.
കണ്ടല്ലോ, ഇതുപോലെ വരുന്നത്. സെന്ററിൽ ഇതുപോലെ തിക്കായിട്ട്, പിന്നെ രണ്ട് സൈഡിലും ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് കൊടുത്താണ് രണ്ട് സൈഡിലും ചെയ്യേണ്ടത് കേട്ടോ. വേറെ ഒന്നുമില്ല, ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ജോർജറ്റ് ആണ് കേട്ടോ, മെറൂൺ കളർ ജോർജറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ മെറൂൺ കളർ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതനുസരിച്ചുള്ള കട്ട് ബീഡ്സ് എടുക്കുക കേട്ടോ. നമുക്ക് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് കോമൺ ആയിട്ട് വേണ്ടതാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിനനുസരിച്ച് നമുക്ക് കട്ട് ബീഡ്സ് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്. എല്ലാവരും ഈ വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.